ഹായ്, ഞാൻ പ്രിയ. ഒരു നല്ല വീട് ഭംഗിയായിട്ടും ക്വാളിറ്റി ആയിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. നമുക്ക് ബസ് റൂട്ടിന് ഫേസ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.5 സെന്റ് ആണ് വരുന്നത്. 2700 സ്ക്വയർ ഫീറ്റിൽ 3 ലിവിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ഉള്ളൊരു വീടാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമാണ് ഈ വീടിന്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. 5.5 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്ത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കമ്പലം ജംഗ്ഷൻ നമുക്ക് വളരെ അടുത്താണ്. വെറും 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 24 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ സമരട്ടൻ ഹോസ്പിറ്റൽ അടുത്തുണ്ട്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും അതുപോലെ സ്കൂളുകളെല്ലാം വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് റോഡ് കുറച്ചിങ്ങനെ നമുക്ക് മോശമായിട്ട് കിടക്കുന്നത്. ഈ മണ്ണെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായ റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും എങ്ങനെ നോക്കിയാലും എലവേഷൻ ഒരേപോലെ ഭംഗിയായിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനകത്ത് GA പൈപ്പ് കൊണ്ടുള്ള മനോഹരമായ വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിൽ ക്ലാഡിംഗ് പില്ലറുകളിൽ വന്നിട്ട് ഷോലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ ഒരു പോർഷൻ വന്നിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ ഇട്ടിട്ട് അതിനിടയിലെല്ലാം ഇതുപോലെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. പാനലിംഗ് വർക്കുകളും അതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ, ഗ്ലാസ് വർക്കുകൾ എല്ലാം കൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് വീടിന്റെ എലവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട് നിറയെ സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും ഒക്കെ ഇട്ടിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എലവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്. നേരെ അകത്തേക്ക് കയറാം. അകത്തേക്ക് നേരെ വരുന്ന സമയത്ത് ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ ഭംഗിയുള്ള സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ ഗേറ്റ് തുറന്നു വരുമ്പോൾ കവേർഡ് ആയിട്ടുള്ള പോർച്ചാണ്. അതിന്റെ താഴെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 2 കാറുകൾക്ക് നമുക്ക് നേരെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല വലിയൊരു സ്പേസ് ആണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാവുന്ന സ്പേസിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണാം ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഒരു നല്ല വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ വഴി നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കിണറുണ്ട്, KWയുടെ വാട്ടറും ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ രീതിയിൽ സ്റ്റോൺസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വീടിന്റെ ബാക്ക് സൈഡിലാണ്. ഇവിടെയും ചെറിയൊരു പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ പോർഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഫ്ലോർ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് കവർ ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ് നമുക്കിനി പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ല ആഴത്തിൽ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഒരു കിണറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസിന്റെ സിലിണ്ടർ വെക്കാനുള്ള ഒരു ചെറിയ അറേഞ്ച്മെന്റ് കേജും വെച്ചിട്ടുണ്ട്. ചെറിയൊരു പാഷ്യൂ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാളിന്റെ പോർഷൻ ഒക്കെ വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉരുളൻ കല്ലുകളൊക്കെ ഇട്ടിട്ട് അതിനിടയിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് വലിയ കല്ലുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നേരെ കാർ പോർഷന്റെ സൈഡിലൂടെ വീടിന്റെ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങൾക്ക് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ചെറിയ പെബിൾസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ സിറ്റ് ഔട്ട് നോക്കാം.
സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ചപ്പൽ സ്റ്റാൻഡ് കാണാം. ഭംഗിയായിട്ട് കവർ ചെയ്ത് മൾട്ടിവുഡിൽ ഡോറുകളൊക്കെ വെച്ചിട്ടാണ് അത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. അകത്ത് നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വളരെ വീതിയുള്ള നല്ലൊരു കട്ടിളപ്പടയിൽ സ്ട്രോങ് ആയിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറോട്ടാണ് വീടിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഒന്നാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഒന്നാമത്തെ ലിവിംഗ് സ്പേസ് എടുത്ത് പറയാനുള്ള കാരണം നമുക്ക് ഇവിടെ 3 ലിവിംഗ് ഏരിയകൾ കിട്ടുന്നുണ്ട്. നേരെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ഭംഗിയായിട്ടൊരു വലിയ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോറിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ കാണാം കെജാറിയുടെയും സൊമാനിയുടെയും ഒക്കെ ടൈലുകളാണ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സും ടൈലുകളും ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് വിൻഡോസ് കിട്ടുന്നുണ്ട്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ വുഡൻ ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോൾ നോക്കിക്കോളൂ, ഭംഗിയുള്ള ഡിസൈനിലും പെയിന്റിങ്ങിലും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ TV വെക്കാനുള്ള സ്പേസ് ആണ് നേരെ കാണുന്നത്. അത് നോക്കുവാണെങ്കിൽ തന്നെ കാണാം പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷനുകളിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ബീഡിങ്ങുകളൊക്കെ അതിന്റെ മിഡിൽ പോർഷനിലൂടെ പോകുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു ക്ലോക്ക് ഫിറ്റിംഗ്സ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് വരുന്ന ഈ ഭാഗം നോക്കിയാൽ കാണാം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഈ കാണുന്ന പോർഷനുകളെല്ലാം തന്നെ മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന പ്ലേസുകളിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് വെക്കാനും ഒക്കെ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന വോൾ നോക്കിയാൽ കാണാം മുകളിലേക്കൊക്കെ ചെറിയ ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഹാഫ് പോർഷനോളം ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് വുഡൻ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് വേറെ വിൻഡോസും ഇവിടെ മുകൾ ഭാഗത്ത് കിട്ടുന്നുണ്ട്. നമ്മൾ താഴെ കണ്ട വിൻഡോയുടെ നേരെ മുകളിലായിട്ട് തന്നെ നമുക്ക് വേറെ ഒരു നല്ലൊരു വിൻഡോ കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഭംഗിയുള്ള ഒരു പാനലിംഗ് വർക്കും അതിന് താഴേക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാൻലിയറും ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റിനും നോക്കിയാൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയുടെ തന്നെ ഡബിൾ ഹൈറ്റഡ് അല്ലാത്ത പോർഷൻ വന്നിട്ട് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ലിവിംഗ് സ്പേസ് നമ്മൾ അങ്ങനെ കണ്ടു. നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോ രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ അവിടെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 14-11 ഫീറ്റിലുള്ള ഒരു വലിയ ബെഡ്റൂം ആണ് നമുക്ക് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ അവിടെ ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗ്രേ ഷെയ്ഡും വുഡൻ കോമ്പിനേഷനും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത മിഡിൽ പോർഷനിലായിട്ട് തന്നെ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് ചെറിയൊരു മിറർ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് മിറർ വരുന്നത്. അതിനടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും വലിയൊരു ഷോ ലൈറ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഷേ ഗ്രേഡിലാണ് ടൈലുകൾ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലും ജെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വയേഴ്സും സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ് ഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലിവിംഗ് സ്പേസ് കണ്ടു, ഇവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു. നമ്മളിത് നേരെ വരുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് ഇങ്ങനെ 1-2 ലിവിംഗ് സ്പേസ് കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. വെറൈറ്റി ഉള്ള വീടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സെയിം ടൈല് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂഫ് നോക്കിക്കഴിഞ്ഞാൽ പാനലിംഗ് വർക്കുകളാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ലിവിംഗും ഡൈനിങ്ങും കൂടെ വലിയൊരു സ്പേസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലിവിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വന്നത്. അതിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ക്ലോക്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കൂടി ഭംഗിയായ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്.
ഒന്നും രണ്ടും ലിവിംഗ് സ്പേസ് കണ്ടു. നമ്മൾ ഇനി ഇവിടെ വരാൻ പോകുന്നത് മൂന്നാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു അകത്തളം മോഡലിൽ ഭംഗിയായിട്ടൊരു ലിവിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ളൊരു വാൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. രണ്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ടാണെങ്കിൽ ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന പോർഷൻ ഈ ഒരു അകത്തളം വരുന്ന മോഡലിലെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം താഴെയൊക്കെ LED സ്ട്രിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ ഭംഗിയുള്ളൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും മോഡലും ഒക്കെയുള്ള ക്ലോക്ക് ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൂഫില് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. അത് കൂടാതെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ 3 ലിവിംഗ് സ്പേസും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് വോൾ നോക്കിയാൽ ഭംഗിയുള്ളൊരു വാൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ നല്ല ഒരു ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഗോൾഡൻ ബീഡിംഗ് ഒക്കെ വരുന്ന നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ 3 വിൻഡോസ് കാണാം. തൊട്ടടുത്ത് പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ചെറിയ സൈഡ് ടേബിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബുകളെല്ലാം വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് ബീച്ച് ഷെയ്ഡിലാണ് വാർഡ്രോബ് വരുന്നത്. ഇടയ്ക്ക് കാണുന്ന പോർഷനുകളെല്ലാം ഓപ്പൺ ആണ്. അതിനകത്തൊക്കെ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകളാണ് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടെ ഇടയിലൊക്കെ ആയിട്ട് LED സ്ട്രിപ്പും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഡോർ വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഗ്രേ കളറും വുഡൻ കളറും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടും നല്ലൊരു മോഡലിലാണ് ബാത്റൂമിനകത്തെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ വന്ന് നിൽക്കുന്നത് രണ്ടാമത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 7-8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറുകളെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് ടൈൽസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വുഡൻ തന്നെയാണ്. ആ ഒരു വുഡൻ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്കിനി കാണാനുള്ളത് വാഷ് ഏരിയ ആണ്. സ്റ്റെയർകേസിന്റെ തൊട്ട് അടുത്തായിട്ട് ആ ഒരു പോർഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാൻ പോയാൽ വീഡിയോ വളരെ ലെങ്തി ആവും. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു വീടാണിത്. ഇന്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വീട് നമ്മൾ വേറെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഭംഗിയുള്ളൊരു വോളാണ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്. മിററുകളാണെങ്കിൽ പോലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്സിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൽ വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ ജാഗ്വാറിലാണ് ഇരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയുള്ള ഗ്രാനൈറ്റിലാണ്. താഴെ ചെയ്തിരിക്കുന്ന മൾട്ടിവുഡിന്റെ വർക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം. വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു കബോർഡ് കിട്ടുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് കിട്ടുന്നത്. വീണ്ടും നമ്മൾ തിരിച്ചിവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് വിൻഡോസും കാണാം, ഡോറും കാണാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ പാഷ്യൂ ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗം നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നിറയെ ചെടികളൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലുകളും പ്ലെയിൻ ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്കൊക്കെ ആയിട്ട് ചെറിയ പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നുമാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കിയാൽ കാണാം നമുക്ക് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ നല്ല ഗ്രീൻ കളറിലുള്ള പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് കിച്ചന്റെ എൻട്രൻസ് എല്ലാം തന്നെ മൾട്ടിവുഡിൽ ചെയ്തിട്ട് 3 സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് കാണുന്ന ഷെൽഫുകളിലെല്ലാം ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ സെപ്പറേറ്റ് ഒരു കേജ് തന്നെയാണ് അതിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്ത് നോക്കുവാണെങ്കിൽ 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾ 3 ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു പോർഷനിൽ മാത്രമാണ് കബോർഡുകൾ കാണാറ്. സറൗണ്ടിങ് ഏരിയാസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്തോളൂ. കംപ്ലീറ്റ് ആയിട്ട് നിറയെ കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ലാബ് വന്നിട്ട് ടോപ്പ് പോർഷൻ വന്ന് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
3 വിൻഡോസ് ആയിട്ടും അതുകൂടാതെ 2 സിംഗിൾ വിൻഡോസും ഒക്കെയാണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നോക്കുവാണെങ്കിൽ കാണാം മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് താഴെയുള്ള കബോർഡുകളൊക്കെ നോക്കുവാണെങ്കിൽ പ്ലേറ്റ്സും കട്ട്ലറീസ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആസ് യൂഷ്വൽ നോർമൽ ആയിട്ടുള്ള ഒരുപാട് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് ഒണിയൻ അതുപോലുള്ള പൊട്ടറ്റോസ് ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറില്ല, അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡ്രോസും ഒക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളും അതുകൂടാതെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമ്മൾ കണ്ടു. അതിന് തൊട്ടടുത്തായിട്ട് കൂടി നമുക്ക് മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നിറയെ കബോർഡും കിച്ചൺ സ്ലാബും ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫ്ലോറും ബാക്കി സറൗണ്ടിങ് ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് മാത്രമാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നിറയെ സ്പോട്ട് ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ കയറി വന്നിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ലാൻഡിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആണ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഇങ്ങനെ നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. നമുക്ക് ലിവിങ്ങിനായിട്ടൊക്കെ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. ഭംഗിയുള്ളൊരു ഗ്രീൻ കളറുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോള് കണ്ടോളൂ, ഭംഗിയായിട്ടുള്ള ലീഫി ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ ഓപ്പണിംഗ് ആണ് വരുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടത് കവർ ചെയ്തിരിക്കുകയാണ്. നേരെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് അതുപോലെ വലിയൊരു ഓപ്പണിങ്ങും ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് അതും കവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഏരിയയുടെ റൂഫിൽ നോക്കിയാൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഷാൻലിയർ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റിനും LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. നമ്മൾ ജസ്റ്റ് വന്ന ലാൻഡിങ്ങിനുള്ള ഒരു സ്പേസ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. നേരെ സ്റ്റെപ്പ് കയറി നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ വലിയൊരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെയായിട്ട് വലിയ വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് റീഡിംഗ് പർപ്പസിന് നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് ഒരുപാട് ഫെസിലിറ്റിയോട് കൂടി സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു അറേഞ്ച്മെന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ ഹാള് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ റൂഫിൽ നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ അപ്പർ ലിവിംഗ് ഏരിയയിൽ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു റൂം കിട്ടുന്നുണ്ട്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. വലിയൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് ആണ് കണ്ടത്. നമുക്കിനി ഇവിടുത്തെ 3ഉം 4ഉം ബെഡ്റൂമുകൾ നിങ്ങൾക്ക് നേരെ കാണാം. മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് നോക്കാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരെ വന്നിട്ട് ഈ ഒരു വോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വാൾപേപ്പർ അവിടെ ചെയ്തിരിക്കുന്നത് കാണാം. അവിടെ 2 സിംഗിൾ വിൻഡോസും 2 ചെറിയ സൈഡ് ടേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് മെയിൻ 3 വിൻഡോസ് വരുന്നത്. വാർഡ്രോബ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല CNC കട്ടിംഗ് ആണ് റൗണ്ട് ഷേപ്പിലെ ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബീജ് കളറും വുഡൻ കോമ്പിനേഷനോടും കൂടിയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന് നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഗ്രേ കളർ ടൈലും വുഡൻ കളർ ടൈലും കൂടെ മിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഈവൻ ബാത്റൂമുകളിൽ പോലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം താഴത്തെ പോലെ തന്നെ നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത്. 14-11 ഫീറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ബാക്കി വരുന്ന എക്സ്ട്രാ സ്പേസുകളെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് വേറൊരു സ്ഥലത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മിററും അതിന് താഴെയായിട്ട് നമുക്കൊരു ഡ്രോ കൂടി കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ വോളിൽ നമുക്ക് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. റൂഫിൽ LED സ്ട്രിപ്പുകളും പാനലിംഗ് വർക്കുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ബാത്റൂമിന്റെ ഡോർ എല്ലായിടത്തും നല്ല ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെയിം ടൈലുകൾ തന്നെയാണ് കളർ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനും ഭംഗിയുള്ള ഷോ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ഇവിടെ കാണുന്ന ഒരു സ്പേസ് നോക്കിയാൽ അറിയാം, ഒരു പാസേജ് പോലെയാണ് വരുന്നത്. നേരെ ചെന്ന് നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. നമുക്ക് രണ്ട് പോർഷൻ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇതൊരു സ്പേസും അവിടെ മറ്റൊരു സ്പേസുമായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിന്റെ ഒരു പോർഷനിൽ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനുകളിൽ വന്നിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചെടികളൊക്കെ വെക്കാനും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഒരു വുഡൻ ടൈലാണ് ഇവിടെ പുറത്തെല്ലാം തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുള്ള ഈ ഒരു ഷോ വാൾ നമുക്ക് താഴെ നിൽക്കുമ്പോൾ തന്നെ വിസിബിൾ ആണ്. ഏറ്റവും റൂഫിൽ നോക്കിയാൽ ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വർക്കുകളെല്ലാം തന്നെ നമ്മൾ താഴെ നിൽക്കുമ്പോൾ വീടിന്റെ ആ ഒരു എലവേഷന് മാറ്റം കൂട്ടുന്ന വർക്കുകൾ തന്നെയാണ്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്ര കണ്ടാലും മതിവരില്ല എന്നൊക്കെ പറഞ്ഞ ചില കാഴ്ചകൾ പോലെയാണ് ഈ കാണുന്ന ഒരു വീടിന്റെ കാഴ്ചയും വരുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളെ പറ്റിയും അതിന്റെ ബ്രാൻഡുകളെല്ലാം തന്നെ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ കണ്ടതിൽ ഒന്നും കൂടെ പോയിട്ട് ആദ്യം തുടങ്ങിയായിരുന്നു കണ്ടു നോക്കുക. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 5.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5.5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 2700 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2700 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമുക്ക് 3 ലിവിംഗ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു ഡൈനിങ് ഏരിയയുമാണ് കിട്ടുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്, നല്ലൊരു പാഷ്യൂ ഏരിയ ഉണ്ട്. വാട്ടർഫോൾ ചെയ്തിരിക്കുന്ന നല്ലൊരു ഏരിയ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,25,00,000 രൂപയാണ്. 1.25 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് എന്തുകൊണ്ടും ഈ ഒരു വീടിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വർത്താണ്. വീട് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. മാർബിൾ ഹോംസ് വഴി വീട് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത വീട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.